ഇന്ന് പ്രണയം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. അടിസ്ഥാനപരമായി ഇസ്ലാം ദീൻ പ്രണയത്തിനെതിരൊന്നുമല്ല. നല്ലോണം പ്രണയിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഇസ്ലാമിനുള്ളത്. പ്രണയത്തിന് സ്വർഗ്ഗമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 പുരുഷന്മാർ 2 സ്ത്രീകൾ അള്ളാൻ്റെ മാർഗത്തിൽ പ്രണയിച്ചാൽ അവർക്ക് അർശിൻ്റെ കൊട പിടിച്ചു കൊടുക്കുന്നൊക്കെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. പ്രണയിച്ചിട്ട് ഒരാൾ ഒരു ഉരുള ചോറെടുത്തിട്ട് ഇങ്ങനെ വായയിൽ വെച്ചു കൊടുത്താൽ അതിന് അള്ളാഹു തആല കൂലി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത് കല്യാണത്തിൻ്റെ ശേഷമാണെന്ന് മാത്രം. നമ്മളിപ്പോൾ നിന്ന് വ്യത്യാസം വന്നത് എവിടെ വെച്ചാൽ, കല്യാണത്തിന് മുമ്പ് 2 ആൾക്കാർ തമ്മിൽ പ്രണയിച്ച് പിന്നെ ഓള് ഓൻ്റെ മോന്തൊക്കെ ഒന്നാൻ കൊടുത്തു. എന്നാൽ മൂപ്പർ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കവിത എഴുതും. വേലിപ്പാടർപ്പിയിലെ മൈലാഞ്ചി കാട്ടിൽ നീ ആരാരുമില്ലാതാനിച്ചിരുന്ന് വേണ്ടാത്ത ഓരോരോ വേലകൾ കാണിച്ച് എൻ്റെ മനസ്സിൽ കടന്നു വന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ആടി കിട്ടിയാൽ മഹല്ലമറ്റി ഉടനെ കത്തെഴുതും. സംഗതി രണ്ടും ഇത് തന്നെയാണ്. വ്യത്യാസം ഉണ്ടെന്നുള്ളത്. ഇസ്ലാം ദീൻ പ്രണയത്തിന് അനുകൂലമാണ്, പക്ഷെ കല്യാണത്തിന് ശേഷമാണ്.